ഹലോ ഗൈസ്, ഇറ്റ്സ് മീ സൂര്യ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന നമ്മൾ കേരള സ്റ്റോറീൻ്റെ ഒരു സീനാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം. സോ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീട്ടിട്ട് പോകും. അപ്പോൾ ഇതിൽ പറഞ്ഞു വരുന്നത് ഈ ഒരു സീനാണ്. അതായത് ഒരു പെൺകുട്ടീനെ ഫോഴ്സ്ഫുള്ളി ബീഫ് കഴിക്കാൻ താല്പര്യമില്ലാത്തൊരു കുട്ടീനെ ബീഫ് കഴിക്കാൻ വേണ്ടിയിട്ട് അവർ പ്രൊവോക്ക് ചെയ്തിട്ട് ബീഫ് കഴിപ്പിക്കണം. ഇതാണ് കേരള സ്റ്റോറിയിൽ അവർ ഹൈലൈറ്റ് ചെയ്യുന്നൊരു സീൻ. ഇത് കണ്ടിട്ട് നമുക്ക് എന്താ തോന്നിയ ഇങ്ങനെയാണ്. ഇപ്പോൾ കേരളത്തിൽ ഉള്ള ഒരാൾക്കാണെങ്കിൽ അറിയാം ആക്ച്വലി എന്താണ് കേരളത്തിൽ നടക്കുന്നതെന്നല്ലേ. പുറമേ ഒരാൾക്ക് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ കേരളത്തിൽ ഉണ്ടാവുന്നത് എന്ന് ചിന്തിച്ചു പോകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണോ നമ്മളെ കേരളം? നമ്മളെ കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനെയാണോ? ഇവരെ അവാർഡിന് വേണ്ടിയിട്ട് ഇപ്പോൾ അവരെ ഫസ്റ്റ് പാർട്ട് എന്തായാലും നിങ്ങൾക്ക് അറിയാം. ഫസ്റ്റ് പാർട്ട് എന്തൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളത്. ഇപ്പോൾ സെക്കൻഡ് പാർട്ട് ഇങ്ങനെയാണ് കാണിച്ചു വെക്കണം. ഇതിലെന്ത് ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ആരും നമുക്കൊരു ഭക്ഷണം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആരും നമ്മളെ വായിൽ കുത്തി തിരികാറൊന്നുമില്ല. എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ, നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ അമ്മമാർ വന്നിട്ട് ഭക്ഷണം വായി തരാറുണ്ട്. അതും ബീഫും തോന്നാവില്ല, വല്ല പാവയ്ക്കത്തോരനോ എന്തെങ്കിലും ആയിരിക്കും. എനിക്കൊക്കെ ഓർമ്മ വരുന്ന വെച്ച് കഴിഞ്ഞാൽ പനിച്ച് കിടക്കുന്ന സമയത്ത് ഫുഡ് വേണ്ടെന്ന് പറയുമ്പോൾ അമ്മ വന്നിട്ട് വായിൽ വെച്ച് തരാറുണ്ട്. അതൊക്കെയാണ് ഒരു ഇത്, അല്ലാണ്ട് ഇങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല. പിന്നെ ഇവര് എടുത്ത് കാണിക്കുന്നത് കേരള സ്റ്റോറി ഇങ്ങനെയാണ്, കേരളം ഇങ്ങനെയാണ് എന്നാണെങ്കിൽ നമ്മൾക്കറിയാം ശരിക്കുള്ള കേരളത്തിൻ്റെ സ്റ്റോറി എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ കണ്ടൊരു കേരളമുണ്ട്. ആ സ്റ്റോറി, ആ ഒരു എനിക്കറിയാവുന്നൊരു കേരള സ്റ്റോറി ഉണ്ട്. ആ ക്ലിപ്പിങ്സ് ഞാൻ അവിടെ ആഡ് ചെയ്യും. കണ്ടില്ലേ ഗൈസ്, ഇങ്ങനെയാണ് നമ്മളുടെ സ്റ്റോറി എന്ന് പറയുന്നത്. ഇവിടെ പള്ളിപ്പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ പങ്കെടുക്കാത്തൊരു മലയാളികളില്ല. ഇപ്പോൾ ഞാനൊരു ഹിന്ദുവാണ്, ശരി. നമ്മളാണെങ്കിലും ശബരിമലയ്ക്ക് പോകുന്ന സമയത്താണെങ്കിലും ശബരിമലയിൽ പോകുന്നുണ്ടെങ്കിൽ ബാവരിപള്ളിയിൽ കയറി തൊഴുതിട്ട് നമ്മൾ മല കയറാറുള്ളൂ. അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നാട്ടിലൊരു പൂരം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വന്ന് കാണാത്ത മുസ്ലിംസോ ക്രിസ്ത്യൻസോ ഇല്ല. ഇവിടെ ജാതി മത വിവേചനം കാര്യങ്ങളോ ഇല്ല. നമ്മുടെ നാട്ടിലൊരു ആഘോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പങ്കെടുക്കാറുണ്ട്. അവിടെ ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ എന്നുള്ള യാതൊരു സെപ്പറേഷനും കാര്യങ്ങളും ഇല്ല. പക്ഷെ ഇവർക്ക് എന്തിനാണ് ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത് നമുക്ക് യാതൊരു ഇതുമില്ല. പിന്നെ പറയാനുള്ള കാര്യം, വിശന്നിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും വിശന്നിരിക്കുന്നതുകൊണ്ട് ജാതി ഏതാ മതം ഏതാന്ന് ചോദിച്ചിട്ടല്ല ഒരു മലയാളി ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാറ്. സോ നമ്മൾക്ക് അത്രയും ക്വാളിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഇവർക്ക് കേരള സ്റ്റോറി എടുത്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ എടുത്ത് കാണിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തിനിങ്ങനെ കാണിക്കണമെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തായാലും നമ്മൾക്കറിയാം ദ റിയൽ കേരള സ്റ്റോറി എന്താണെന്നുള്ളത്. സോ ബൈ ഗൈസ്.